അന്നത്തെ 48കാരനാണ്. എറണാകുളത്ത് സമ്മേളനം നടത്തിയ കാന്തപുരം ഉസ്താദ് കല്ലെറിഞ്ഞത് മലകളോടാണ്, അപ്പുറത്തുള്ളത് ഖോജ രാജാക്കന്മാരാണ്, പോലീസ് സന്നാഹങ്ങളാണ്, ഭരണകൂടത്തിൻ്റെ എല്ലാ പരിപാടികളും അപ്പുറത്താണ്. പക്ഷേ CM വലിയുല്ലാഹി ജുനൂദുസ്സമാവാത്തി വല്ലർദി ഇപ്പുറത്തുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും പറ്റിയിട്ടില്ല, ഒരിടത്തും പ്രസ്ഥാനം തോറ്റിട്ടില്ല, ഇനിയൊത്ത് തോൽക്കാനും പോകുന്നില്ല. അന്നെതിർത്തവർക്ക് ഇന്ന് കാര്യം തിരിയുന്നുണ്ടേ. അന്ന് ഇരുമ്പൊലക്ക വിഴുങ്ങിയവർക്ക് ഇന്ന് ഇരുമ്പൊലക്ക ചൗക്ക് കഴുത്തിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ കഴിയുന്നില്ല. ചുക്കുവെള്ളം കുടിച്ചാ മതിയാകൂല, ആസിഡ് കുടിക്കണം സുഹൃത്തേ. കുടിച്ചാലോ താനും തൻ്റെ ടീമും ബാക്കി ഉണ്ടാവുകയുമില്ല. വേണ്ട വേണ്ട, ഖൽബ് നന്നാകണം, സ്വാലിഹീങ്ങളെ തിരിച്ചറിയണം, ആലിമീങ്ങളെ നമ്മൾ ബഹുമാനത്തോടെ സമീപിക്കണം. 40 ആലിമീങ്ങളെടുത്ത തീരുമാനം ചവിട്ടിത്തേക്കുന്നത് ബിദ്അത്തുകാരാണോ അവരെ മാറ്റി നിർത്തണം, അധികാരികളാണോ അവരെ നമ്മൾ തിരുത്തണം. 40 ആലിമീങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനത്തെ ചവിട്ടിത്തേക്കുന്നത് 4ാം ക്ലാസും നാടൻ ഗുസ്തിയും മാത്രം വശമുള്ള 100ാം ക്ലാസ് രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോടാ പണി നോക്കടാ എന്ന് പറയാനുള്ള ആർജവം നട്ടല്ലുണ്ടെങ്കിൽ, ആ സ്ഥാനത്ത് വാഴപ്പിണ്ടി എങ്കിലും ഉണ്ടെങ്കിൽ, ഈമാന്റെ പേരിൽ ഷഹാദത്തിനോട് കൂറുണ്ടെങ്കിൽ, അമ്പിയാക്കളോട് കൂറുണ്ടെങ്കിൽ, ഈ ദീനനെ നശിപ്പിക്കാൻ ഒരു ആലിമും ഒരു ദീനീ പ്രവർത്തകനും കൂട്ടുനിന്നു കൊടുക്കരുത്. 40 ആലിമീങ്ങൾ 4 മാസം മുമ്പെടുത്ത തീരുമാനം ഇന്നും നടപ്പാക്കാൻ കഴിയുന്നില്ല. നാട് നിളയെ നിലവിളിച്ച് നടക്കുന്നവർക്ക് ആണത്വമുണ്ടോ, ഉശിരുണ്ടോ, പടച്ചവനെ പേടിയുണ്ടോ, തീരുമാനങ്ങളോട് മനസാക്ഷിയോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ? അല്ലാഹു എല്ലാവർക്കും ഇസ്സത്തു തരട്ടെ, ആലിമീങ്ങൾക്ക് അന്തസ്സു തരട്ടെ, ദീനിന്റെ എല്ലാ കക്ഷികളെയും ഒരുമിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന അന്തസ്സിലേക്ക് അല്ലാഹു വളർത്തിത്തരട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ മുശാവറ, 40 അംഗ മുശാവറ, 1ാമൻ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. 40ാമത്തെ മെമ്പർ എൻ്റെ പ്രിയപ്പെട്ട ഗുരു, ഈ നാടുകാർക്ക് മറക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദാണ്. 49 ആലിമീങ്ങളും മരിച്ചു പിരിഞ്ഞു പോയി കേട്ടോ. ആദ്യം മരിച്ചത് അണ്ടോണ ഉസ്താദാണ്. 1 കൊല്ലം കഴിഞ്ഞപ്പോ കണ്ണിയത്ത് ഉസ്താദും മരിച്ചുപോയി. പിന്നെ ഉസ്താദുമാരൊക്കെ മരിച്ചുപോയി കേട്ടോ. 40 അംഗങ്ങളും ഹയാത്തിലില്ല, ഇല്ല വാഹിദ. അത് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദ് മാത്രമാണ്. ഉസ്താദിന്റെ കാലത്ത് ഉസ്താദ് എല്ലാം കാണുകയാണ്, എല്ലാം വിലയിരുത്തുകയാണ്. അള്ളാഹു അവിടുത്തെ കായ്സേറ്റി കൊടുക്കട്ടെ, നീട്ടിക്കൊടുക്കട്ടെ. ഉസ്താദ് കാണുകയാണ്, പടച്ചവനെ തെറി വിളിച്ചവരെവിടെ, കുറ്റം പറഞ്ഞവരെവിടെ, ദീനിലില്ലാത്ത അധികാര കേന്ദ്രങ്ങളെ ദീനിൽ കൊണ്ടുവന്ന് കുത്തി നിറച്ചവർ എവിടെ, നിശ്ചയിച്ച സമ്മേളനങ്ങളൊക്കെ മുടക്കിയവർ എവിടെ, സമ്മേളനത്തിന് പോകരുത് എന്ന് പറഞ്ഞവർ എവിടെ, കൊണ്ടുനടന്നവരൊക്കെ കുടുങ്ങിയല്ലോ. ഈ വേതാളം തലേന്ന് ഒഴിയുന്നില്ലല്ലോ, പറഞ്ഞിട്ട് നന്നാവുന്നില്ലല്ലോ, തീരെ അനുസരിക്കുന്നില്ലല്ലോ. ഇത് എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ കളിയാക്കാനില്ല, ചീത്ത പറയാനില്ല, തെരുവിൽ വിമർശിക്കാനില്ല, പാട്ടുപാടി ആഘോഷിക്കാനില്ല. ഞങ്ങളെ കഥയൊന്ന് വെറുതെ പറഞ്ഞു നോക്കിയതാണ്. അള്ളാഹു സജ്ജനങ്ങൾക്കൊപ്പം പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിന് പാവങ്ങളെ പോറ്റി വളർത്താൻ, മുതഅല്ലിമീങ്ങളെ വളർത്താൻ, ആലിമീങ്ങളെ സഹായിക്കാൻ, പാവം യതീം പെൺകുട്ടികൾക്ക് വരണമാല്യം ഒപ്പിച്ചു കൊടുക്കാൻ, ചികിത്സയ്ക്ക് പണമില്ലാത്തവരെ സഹായിക്കാൻ,
സുബ്ഹാനല്ലാ. ഈ കെ ഹസൻ മുസ്ലിയാർ പാതിരാ കഴിഞ്ഞും കൊതുകിന്റെ കടിയും കൊണ്ട്, മൂട്ടയുടെ കടിയും കൊണ്ട് ഈ പരിസരത്തെ പള്ളി വരാന്തകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ? ആയുസ് മുഴുവനും ചന്ദനത്തിരി പോലെ ഉരുകിയൊലിച്ച് സുഗന്ധം പരത്തി, മെഴുകുതിരി പോലെ ഉരുകിയൊലിച്ച് സുന്നത്തി ജമാഅത്തിന്റെ വെളിച്ചം നിറച്ച് ആ വലിയ മനുഷ്യൻ ഷഹീദായി മരിച്ചു പോയിട്ടുണ്ടോ? അല്ലാ, ആ മഹാന്മാര് കാണിച്ചു തന്ന സുന്നത്തി ജമാഅത്ത് ഞങ്ങൾക്ക് മുറുകെ പിടിക്കണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ രാജപാതയിൽ ഞങ്ങളെ മക്കളെയും ഞങ്ങൾക്ക് സംരക്ഷിക്കണം. ഞങ്ങൾക്ക് മൻഖൂസ് മൗലിദോദാൻ, ഹദ്ദാദ് റതീബ് ചൊല്ലാൻ, ഖുതുബിയത്തുകൾ ആവർത്തിക്കാൻ, ദിക്ർ ഹൽഖകൾ നടത്താൻ, മഹാന്മാരായ സ്വാലിഹീങ്ങളെ സാദാത്തുക്കളെ ദുആ ആമീൻ പറഞ്ഞ് കണ്ണീര് പൊഴിക്കാൻ ഞങ്ങളുണ്ടാക്കിയ പരിശുദ്ധ സംഘടനകൾ, ആ സംഘടനകളൊക്കെ നീ ശക്തമാക്കി തരണേ റബ്ബേ. ആ സംഘടനകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും എതിർക്കുന്ന ആളുകൾ അവരെ മനസ്സും കൂടി നന്നാക്കി ഞങ്ങളെയും സ്ഥാപനങ്ങളെയും നിന്റെ പൊരുത്തത്തിലാക്കി തരണം അല്ലാഹ്.